ആറ്റം ബോംബ് പൊട്ടിയിട്ടും മരിക്കാത്തൊരു മനുഷ്യനുണ്ട്. അതും ഒന്നല്ല, 2 അണുബോംബുകളെ അതിജീവിച്ച മനുഷ്യൻ. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ഇത് സത്യമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സുറ്റോമു യമാഗുച്ചി. 1945 ജപ്പാൻ യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയിലും ജപ്പാൻ ജനത ഭീതിയിലും കഴിഞ്ഞിരുന്ന കാലം. ആ ജനതയിൽ ഒരാളായിരുന്നു യമാഗുച്ചി. മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രിയിലെ ഒരു നേവൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. ബിസിനസ് ആവശ്യങ്ങൾക്കായി തന്റെ ജന്മനാടായ നാഗസാക്കിയിൽ നിന്നും ഹിരോഷിമയിലേക്ക് യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന്റെ കമ്പനി ആവശ്യപ്പെട്ടു. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലെ തന്റെ ജോലികൾ തീർത്ത് തിരിച്ച് നാഗസാക്കിയിലേക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ അദ്ദേഹം ഷിപ്പ്യാർഡിൽ എത്തിച്ചേർന്നു. സമയം 8:15. ഒരു വിമാനത്തിന്റെ മുരൾച്ച ആകാശമാകെ കേൾക്കാം. അതിൽ നിന്നും ഒരു ചെറിയ വസ്തു പാരച്യൂട്ടിലേക്ക് താഴേക്ക് വീഴുന്നു. അല്പസമയത്തിന് ശേഷം ഹിരോഷിമയിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. കണ്ണുകൾ തുറക്കാൻ പോലും പ്രയാസപ്പെടും വിധം ആകാശമായ ഒരു വെള്ളി വെളിച്ചം കൊണ്ട് നിറഞ്ഞു. അതിന് പിന്നാലെ കാതുകൾക്ക് സഹിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം. അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന് ഇരട്ടപ്പേരിട്ട ഒരു അണുബോംബായിരുന്നു അത്. ഗ്രൗണ്ട് സീറോയിൽ നിന്ന്, അതായത് സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു ഷിപ്പ്യാർഡ്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അദ്ദേഹം തെറിച്ചു വീണു. അദ്ദേഹത്തിന്റെ കർണപടത്തിന് പരിക്കേൽക്കുകയും ശരീരത്തിൽ സാരമായ പൊള്ളലുകൾ ഉണ്ടാവുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ തകർന്നടിഞ്ഞ് തീജ്വാലകൾ നിറഞ്ഞ നഗരത്തിലൂടെ അദ്ദേഹം നടന്നു നീങ്ങി. വലിയൊരു ദുരന്തത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട അദ്ദേഹം അന്ന് രാത്രി അവിടുത്തെ എയർ റൈഡ് ഷെൽട്ടറിൽ തങ്ങി. അവിടെ വെച്ച് മുറിവുകൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി. പിറ്റേന്ന് തന്നെ അദ്ദേഹം തന്റെ നാടായ നാഗസാക്കിയിലേക്ക് ട്രെയിൻ കയറി. നാഗസാക്കിയിൽ തിരിച്ചെത്തിയ യമാഗുച്ചി ഓഗസ്റ്റ് 9 തിരിച്ച് ജോലിക്ക് റിപ്പോർട്ട് ചെയ്തു. ഹിരോഷിമയിൽ താൻ നേരിട്ട ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹം സൂപ്പർവൈസറിനോട് വിവരിച്ചു. പക്ഷെ ഒരു നഗരം മുഴുവൻ ഒരു ബോംബ് മൂലം ഇല്ലാതാകുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന ആ വെള്ളി വെളിച്ചം നാഗസാക്കിയുടെ ആകാശത്തും തെളിയുന്നത് വരെ. 1945 ഓഗസ്റ്റ് 9 രാവിലെ 11:02 അമേരിക്കൻ സേന ഫാറ്റ്മാൻ എന്ന 2ാമത്തെ അണുബോംബ് നാഗസാക്കിയിലേക്ക് പതിപ്പിച്ചു. അത്ഭുതകരമായി യമാഗുച്ചി വീണ്ടും ഗ്രൗണ്ട് സീറോയിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതം യമാഗുച്ചിയെ നിലത്തേക്ക് തെറിപ്പിച്ചു. പക്ഷേ അദ്ദേഹം വീണ്ടും അതിജീവിച്ചു. ഈ സമയം അദ്ദേഹത്തിന്റെ ബാൻഡേജ് ചെയ്ത മുറിവുകൾ വീണ്ടും പൊട്ടി. വീട് തകർന്ന് കുടുംബവും അപകടത്തിലായി. 2 അണുബോംബ് ആക്രമണങ്ങളെയും അതിജീവിച്ച യമാഗുച്ചി പിന്നീട് നീണ്ടകാലം ജീവിച്ചു. പിന്നീട് അദ്ദേഹം ഒരു അധ്യാപകനായി മാറി. ആണവായുധ നിരായുധീകരണത്തിനായി ലോകത്തിന് മുന്നിൽ ഒരു ശക്തമായ ശബ്ദമായി നിലകൊണ്ടു. തന്റെ ജീവിതത്തിൽ നടന്ന ദുരന്തം ഉദാഹരണമാക്കി ആണവായുധത്തിന്റെ ഭീകരതകൾ അദ്ദേഹം ലോകത്തിനു മുന്നിൽ വിളിച്ചു പറഞ്ഞു. 2010 ജനുവരി 4 93-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. 2 ആണവാക്രമണങ്ങളെയും ജീവനോടെ അതിജീവിച്ച ഏക വ്യക്തിയായി ജപ്പാനീസ് സർക്കാർ അദ്ദേഹത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു.